കായിക പ്രേമികളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇന്നിവിടെ സഫലമായിരിക്കുന്നത്. തീർച്ചയായും ഈ ഓപ്പൺ ജിമ്മ് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിൽ വന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും ഉപകാരപ്രദമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് നഗരസഭയുടെ കരുതൽ. കായിക താരങ്ങൾക്കും നാട്ടുകാർക്കും മുതിർന്ന പൗരന്മാർക്കുമായി നെഹ്റു സ്റ്റേഡിയത്തിൽ ഓപ്പൺ ജിം സജ്ജമാക്കിയതോടെ നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന പെരിന്തൽമണ്ണ നഗരസഭ 2023-24 വാർഷിക ബജറ്റിൽ പ്രഖ്യാപിച്ച ഓപ്പൺ ജിമ്മുകളിൽ ആദ്യത്തേതാണ് നെഹ്റു സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ചത്. ജനങ്ങൾ കൂടുതലായി എത്തുന്ന പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്ന ഓപ്പൺ ജിം പദ്ധതിയുടെ ഭാഗമായി ബജറ്റിൽ വകയിരുത്തിയ 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നെഹ്റു സ്റ്റേഡിയത്തിൽ ഓപ്പൺ ജിം സ്ഥാപിച്ചത്. വ്യായാമം ജീവിത രീതിയാക്കിയ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന വിധത്തിലാണ് ജിം സജ്ജീകരിച്ചിരിക്കുന്നത്. നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്തു. വ്യായാമത്തിലൂടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർക്കും കായിക താരങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന വിധത്തിലാണ് ഓപ്പൺ ജിം സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു. നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ വരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര ആളുകൾ വരുന്നത് വ്യായാമം ചെയ്യാനാണ്, കളിക്കാനാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സന്ദർശകരായിട്ടൊക്കെ വരുന്നത്. അവർക്കൊക്കെ വ്യായാമം ചെയ്യാൻ, അവരുടെ ശാരീരികക്ഷമത വീണ്ടെടുക്കാനൊക്കെ ഒരു തുറന്ന ജിമ്മ് അനിവാര്യമാണ്. ഈ ആവശ്യം നിരന്തരമായി നമ്മുടെ മുമ്പിൽ വന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നഗരസഭ മുൻകൈ എടുത്തുകൊണ്ടാണ് 2 ഓപ്പൺ ജിമ്മിന് കഴിഞ്ഞ ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയത്. അതിലൊന്നാണ് ഇവിടെ തുറക്കപ്പെടുന്നത്. തീർച്ചയായും ഈ ഓപ്പൺ ജിമ്മ് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിൽ വന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും ഉപകാരപ്രദമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. നമ്മുടെ സ്കൂള് അതേപോലെ തന്നെ ഗ്രൗണ്ടുമായി ബന്ധപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് തീരുമാനിച്ചിട്ടുള്ളത്. നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെത്തുന്ന പൊതു ഇടങ്ങളെ തെരഞ്ഞെടുത്താണ് നെഹ്റു സ്റ്റേഡിയത്തിലും എരവിമംഗലത്തെ പച്ചത്തുരുത്തിലും ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ബജറ്റിൽ പ്രഖ്യാപിച്ച 2ാമത്തെ ഓപ്പൺ ജിം അടുത്ത മാസം അവസാനത്തോടെ പച്ചത്തുരുത്തിൽ സ്ഥാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആവശ്യമെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. ഏറ്റവും കൂടുതൽ ആളുകൾ വ്യായാമത്തിനായി എത്തുന്ന, രാവിലെയും വൈകുന്നേരം എത്തുന്ന 2 കേന്ദ്രങ്ങൾ കണ്ടെത്തി. ഒന്ന് നമ്മുടെ നെഹ്റു സ്റ്റേഡിയമാണ്, മറ്റൊന്ന് എരവിമംഗലത്തെ പച്ചത്തുരുത്താണ്. ഈ 2 സ്ഥലത്തും വ്യായാമത്തിനായി എത്തുന്നവർക്ക് കുറച്ചുകൂടി ലളിതമായി, ആയാസകരമായി, എന്നാൽ ഫലപ്രദമായി വ്യായാമം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓപ്പൺ ജിമ്മുകൾ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും അതിൽ ആദ്യത്തേത് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത മാസം ആയത്തോടു കൂടി 2ാമത്തെ ഓപ്പൺ ജിം എരവിമംഗലത്ത് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. കായികപ്രേമികൾ കൂടുതലായി എത്തുന്ന സ്റ്റേഡിയത്തിൽ ഓപ്പൺ ജിം സ്ഥാപിച്ചതോടെ കായിക താരങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഓപ്പൺ ജിം ഉപകാരപ്രദമാവുമെന്നും കായിക മേഖലയ്ക്ക് ഇത് മുതൽക്കൂട്ടാവുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ ജിമ്മ് വന്നതോടുകൂടി കൂടുതൽ കായിക പ്രേമികൾ ഈ ഗ്രൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഈ കായിക പ്രേമികൾക്ക് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും. വിദ്യാർത്ഥികൾക്കും വ്യായാമത്തിനായി സ്റ്റേഡിയത്തിലെത്തുന്നവർക്കും ഏറെ പ്രയോജനപ്രദമാണ് ഓപ്പൺ ജിം എന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ പറയുന്നു. വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കും ഇവിടെ രാവിലെ മോർണിംഗിൽ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നവർക്ക് ഒക്കെ വളരെയധികം നല്ലൊരു ഉപകാരമായ സംഗതിയാണ് അവരിവിടെ ചെയ്തിട്ടുള്ളത്. പെരിന്തൽമണ്ണക്കാരുടെ കാലങ്ങളായുള്ള ഒരാഗ്രഹം സഫലമാക്കാൻ മുൻകൈയെടുത്ത നഗരസഭ ഭരണസമിതിക്ക് നന്ദി അറിയിക്കുകയാണ് നാട്ടുകാർ. ഓപ്പൺ ജിമ്മിനായി നഗരസഭയെ സമീപിച്ചപ്പോഴെല്ലാം നടപ്പാക്കുമെന്ന ഉറപ്പ് ലഭിച്ചിരുന്നതായും കായിക താരങ്ങൾക്ക് മാത്രമല്ല പെരിന്തൽമണ്ണയ്ക്കും ഓപ്പൺ ജിം മുതൽക്കൂട്ടാവുമെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇന്നിവിടെ സഫലമായിരിക്കുന്നത്. അത് ഒരുക്കി തന്ന പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ്റെയും വളരെ നല്ലൊരു മനസ്സിന് ഞങ്ങൾ ആദ്യം നന്ദി പറയണം. പെരിന്തൽമണ്ണയിലെ കായിക പ്രേമികൾക്കും കായിക താരങ്ങൾക്കും ഒക്കെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഈ ഓപ്പൺ ജിം ഇത്
തികച്ചും പെരിന്തൽമണ്ണക്കൊരു മുതൽക്കൂട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പെരിന്തൽമണ്ണയിൽ നഗരസഭാ ഭരണസമിതി നടത്തിവരുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ എടുത്തു പറയാവുന്ന ഒന്നാണ് ഓപ്പൺ ജിം. വിദ്യാർത്ഥികൾക്കും കായിക താരങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഇത്തരമൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയ നഗരസഭാ ഭരണസമിതിയെ അഭിനന്ദിക്കുന്നതായി സ്ഥിരമായി സ്റ്റേഡിയത്തിൽ വ്യായാമത്തിനെത്തുന്നവർ പറഞ്ഞു. മഴക്കാലത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ മേൽക്കൂര സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വച്ചു. എന്ത് മഴയാണെങ്കിലും എന്ത് വെയിലാണെങ്കിലും ഇവിടെ കളിക്കാൻ വരുന്ന കളിക്കമ്പക്കാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ ഒരു 6-7 വർഷമായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്തെന്നെ ആയാലും അവരുടെ ഗ്രൗണ്ടിൽ വന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു മുതൽക്കൂട്ടാണ്. മുനിസിപ്പാലിറ്റി ചെയ്തത് വളരെ ഒരു ഒരു ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. മുനിസിപ്പാലിറ്റിയോട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇതിനൊരു റൂഫ് സംവിധാനം കൂടി ചെയ്തു തരികയാണെങ്കിൽ ഈ മഴക്കാലത്തൊക്കെ വിദ്യാർത്ഥികൾക്കും ഇവിടെ വരുന്ന പ്രായമായ ആളുകൾക്കും വളരെ ഒരു ഉപകാരപ്രദമാവും കൂടി പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് പറയുകയാണ്. വ്യായാമ സംസ്കാരം വളർത്തിയെടുക്കാൻ ഉപകാരപ്പെടുന്ന ഓപ്പൺ ജിം സ്ഥാപിച്ച നഗരസഭ ടോയ്ലറ്റ് സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ചടങ്ങിൽ പങ്കെടുത്തവരുടെ മറ്റൊരു ആവശ്യം. അപ്പോൾ ഇതിൽ ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത്, നമ്മുടെ ഇവിടെ ഒരു ബാത്റൂം, അതുപോലെ തന്നെ ഒരു ലാട്രിൻ സൗകര്യം, ഇങ്ങനെയൊക്കെ ഒന്ന് സൗകര്യം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലൊരു ഉപകാരമായിരുന്നു അത്. കാരണം ഒരുപാട് ആളുകൾ രാവിലെ ഇവിടെ വന്ന് ചെയ്യലും എല്ലാം നടപ്പിലാക്കുന്നുണ്ട്. നല്ല ഉഷാറായുള്ള പരിപാടി. ഇനി അതും കൂടി ഒന്ന് പരിഗണിക്കണമെന്നാണ് ഞങ്ങൾ ഈ ഗ്രൗണ്ട് കളിക്കമ്പക്കാരും ഏർലി ബേർഡ്സ് ക്ലബിൻ്റെ ഒരു വിനീതമായ അപേക്ഷയാണ്. വയോജനങ്ങളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടേറെ പേർ പരിശീലനത്തിനും കായിക മത്സരങ്ങൾക്കുമായി എത്തുന്ന സ്റ്റേഡിയത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ ഓപ്പൺ ജിം സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നഗരസഭ ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കണമെന്നാണ് നാട്ടുകാരുടെ മറ്റൊരു ആവശ്യം. ഇതൊരു ഏറ്റവും നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ, ഏതൊക്കെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഏർലി ബേർഡ്സും ഈ കളിക്കമ്പക്കാരും ഇവിടെയുള്ള ഫുട്ബോൾ കോച്ചിങ് നടത്തുന്ന ടീമും അല്ലെങ്കിൽ ഇവിടെ മിലിറ്ററിയിലേക്ക് സെലക്ഷൻ കിട്ടുന്ന കുറച്ച് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത്തരം ആളുകളൊക്കെ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ, കായിക താരങ്ങൾ, വിവിധ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ, വ്യായാമത്തിനെത്തുന്നവർ, ജനപ്രതിനിധികൾ തുടങ്ങിയ നിരവധി പേരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ഉണ്ണികൃഷ്ണൻ, അമ്പിളി മനോജ്, മൻസൂർ നെച്ചിയിൽ, കൗൺസിലർമാരായ സീനത്ത്, കെ സി ഹസീന, സാറ സലീം, ക്ലീൻ സിറ്റി മാനേജർ വത്സൻ സി കെ, നഗരസഭാ സെക്രട്ടറി മിത്രൻ ജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന വിധത്തിൽ മികച്ച പരിശീലന ഉപകരണങ്ങളാണ് ഓപ്പൺ ജിമ്മിൽ സജ്ജമാക്കിയിട്ടുള്ളത്. പെരിന്തൽമണ്ണയിൽ വ്യായാമത്തിനെത്തുന്നവർക്കും കായിക താരങ്ങൾക്കും ഇനി ഓപ്പൺ ജിമ്മിലെ പരിശീലനത്തിലൂടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാം. നഗരസഭയുടെ വികസന കാഴ്ചപ്പാടിന് മികച്ച ഉദാഹരണമാവുകയാണ് സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.